ാണ് അതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് വിവരിക്കപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ അന്ന് വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ചതാണ്. എന്നിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു, ഇവര് പലിശ വാങ്ങാൻ വേണ്ടി ബാങ്ക് സ്ഥാപിച്ചിട്ട് പലിശ വാങ്ങൽ ഹലാലാണ്, അങ്ങനെ പലിശ വാങ്ങാൻ വേണ്ടി ബുക്കിറക്കിയവരാണ് എന്ന്. ആ ബുക്കിലെ വാചകം വായിക്കാമോ എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. നിങ്ങൾ പറയുന്ന ആ ബുക്ക് പലിശ ഹലാലാക്കാൻ വേണ്ടി ഇറക്കിയ ബുക്കിലെ വരികളൊന്ന് വായിക്കാമോ എന്ന് ഞാൻ അന്ന് ആവർത്തിച്ച് ചോദിച്ചു. ആ ചോദിച്ച ഭാഗമെന്ന് കേട്ടോളൂ. എവിടെയാണ് മുജാഹിദുകൾ ഈ ഭയങ്കരമായ ഈ പലിശ അനുവദനീയമാക്കിക്കൊണ്ട് ബുക്കിറക്കിയത്? ആ ബുക്കൊന്ന് കാണിക്കുമോ നിങ്ങൾ? ആ ബുക്കിലെ പലിശ അനുവദിച്ചുകൊണ്ടുള്ള, പലിശയെ ഹലാലാക്കിക്കൊണ്ടുള്ള വരികളൊന്ന് വായിക്കുമോ നിങ്ങൾ? മൂപ്പർക്ക് വായിക്കാനായോ? ഇവര് പറഞ്ഞു ഞാനത് ഞാൻ പണ്ടേ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏതേ വായിച്ചു? മൊയ്തു മൗലവി സ്മരണിക്കാനോ? നിങ്ങൾ പറഞ്ഞ എന്താണ് ബുക്ക് ഇറക്കിയെന്നല്ലേ? ആ ബുക്കിന്ന് വായിക്കുന്ന അവർ നിങ്ങൾ ഏതാ വായിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ സുന്നി വോയിസും വായിച്ചിട്ടന്നെ ഇവിടെ വന്ന് നിൽക്കുന്നത്. സുന്നി വോയിസിൽ എന്താ നിങ്ങൾ വായിക്കാൻ എഴുതിയിട്ടുള്ളതെന്നും ഞങ്ങൾക്കറിയാം. അടുത്ത പ്രസംഗത്തിൽ വായിച്ചോളൂ ഏതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വരി. അപ്പോൾ നമുക്കതിന്റെ മറുപടിയും കാണാം ഇൻഷാ അല്ലാഹ്. ഇനി സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇതൊക്കെ പറഞ്ഞ് ഇവർ ആകെ എടുത്ത് പൊക്കുന്നത് എന്താണെന്നറിയോ? കേരളത്തിൽ കോഴിക്കോടത കാരപ്പറമ്പ് മഹല്ലിൽ ഇങ്ങനെ പലിശ വാങ്ങിയിരിക്കുന്നു. ബാങ്കിൽ സക്കാത്തിന്റെ പൈസയൊക്കെ കൊണ്ടുപോയിട്ടിട്ട് മൗലൈമാർക്ക് സക്കാത്ത് പിടുങ്ങാൻ വേണ്ടിയിട്ട് മൗലൈമാര് പലിശ വാങ്ങി തിന്നാൻ വേണ്ടിയിട്ട് സക്കാത്ത് കൊടുത്തവരെ സക്കാത്തൊക്കെ കൂടി ബാങ്കിൽ ലക്ഷക്കണക്കിന് കൊണ്ടുപോയിട്ടിട്ട് അവരെന്ത് ചെയ്തിരിക്കുന്നു? പലിശ വാങ്ങിയിരിക്കുന്നു. എത്ര? 900 റുപ്യ. ലക്ഷങ്ങൾ കൊല്ലങ്ങളോളം ഇട്ടിട്ടേ 936 റുപ്യ പലിശ. പോകട്ടെ, പലിശ കുറഞ്ഞായാലും കൂടുതലായാലും ഒക്കെ തെറ്റന്നെയാണ്. ഇപ്പൊ എന്താ അവിടെ സംഭവിച്ചത്? ഏതാളുകൾക്കും അറിയാം. എന്ത്? പൊതുഫണ്ട് വീട്ടിൽ വെക്കൂല, സെക്രട്ടറി കൈകാര്യം ചെയ്യൂല, പ്രസിഡന്റ് കൈകാര്യം ചെയ്യൂല. പൊതുഫണ്ട് ഒരു പൊതു ബാങ്കിൽ നിക്ഷേപിക്കും. സിറാജുലുദക്ക് ഫണ്ടില്ലേ ബാങ്കിൽ? കാരന്തൂർ മർക്കസിന് ഫണ്ടില്ലേ ബാങ്കിൽ? വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. കാരന്തൂർ മർക്കസിലെ ഫണ്ട് എവിടെ വെക്കുന്നത്? നിങ്ങൾ ബാങ്കിൽ വെക്കലില്ലേ? ബാങ്കിൽ വെച്ചാൽ അതിന് പലിശ വരെ എഴുതൂലേ? ഈ സാധുക്കൾ, ഈ കാരപ്പറമ്പിലെ ആളുകൾ അവരത് പലിശ എന്ന് എഴുതി അവരുടെ ആത്മാർത്ഥതയുണ്ട്. ഇത്ര ഇങ്ങനെ പലിശ വകുപ്പിലുണ്ട്, അതെന്താ ചെയ്യേണ്ടതെന്ന് അവർ തിന്നൊന്നുമല്ല. എങ്ങനെയാ അത് വിനിയോഗിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അവർ ചർച്ച ചെയ്യുകയും അതിന് അനുവദിക്കപ്പെട്ട മാർഗം എന്താണെന്നതിനെ പറ്റി ആലോചിക്കുകയും ചെയ്യാണ് അവർ ചെയ്തത്. അതല്ലാതെ പലിശ വാങ്ങിയിട്ട് അവർ മൗലൈമാര് പോക്കറ്റിലിട്ട് തിന്നതൊന്നുമല്ല. കണക്കുള്ളതുള്ളതുപോലെ പറഞ്ഞു അല്ലേ? ഇവരുടെ തന്നെ ചരിത്രത്തിൽ കാണാൻ ഇവര് അത് ചെയ്യാറില്ലേ? നിങ്ങൾ നോക്കൂ, ഇങ്ങനെ കേട്ടോളൂ. 1978 മെയ് 20 നുസ്രത്തുൽ അനാം മാസികയിൽ കാണാം, സദഖത്തുള്ള മൗലവി എഴുതിയ ഒരു ലേഖനത്തിൽ ഇങ്ങനെ കാണാം. എന്ത്? ബാങ്കിൽ നിക്ഷേപിച്ച പണത്തിന്റെ പലിശ ബാങ്ക് സംഭാവന എന്ന പേരിൽ കൈപ്പറ്റി. സമസ്തക്കാര് ബുക്ക് അടിച്ചിറക്കിയിട്ട് ആ പുസ്തക കച്ചവടം നടത്തിയിട്ട് കിട്ടിയ പൈസ ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് പലിശ വാങ്ങി. എന്നിട്ടോ സംഭാവന, ബാങ്കേര് സംഭാവന കൊടുത്താണല്ലോ. പറയിപ്പിക്കണ്ട, മാന്തിപ്പിക്കണ്ട കേട്ടോ. നിങ്ങൾക്കത് പറയാനെന്താ അവകാശം? കാരപ്പറമ്പിൽ എന്താ സംഭവിച്ചത് എന്നും അത് സംബന്ധമായ വിശദമായ വിവരങ്ങൾ ബഹുമാന്യനായ സക്കരിയ സലാഹി ഇരുമ്പുഴിയിലെ പ്രസംഗത്തിൽ പറഞ്ഞിട്ട് ആ സീഡ് നിങ്ങളത് വാങ്ങി കേട്ടാൽ മതി. ആ വിഷയത്തെ സംബന്ധിച്ച് വിശദമായ മറുപടി അവിടെ നിങ്ങൾക്ക് തന്നില്ലേ? നിങ്ങൾ ആ വഴി പിന്നെ പോയില്ലല്ലോ. 5 മാസവും 10 മാസവും കഴിഞ്ഞിട്ട് പോകുന്നില്ല. എന്തേ? നേരത്തെ പറഞ്ഞതിന് കാരണം നിങ്ങൾ നോക്കൂ. ഇവർക്കത് പറയാൻ അർഹതയുണ്ടോ? സിറാജിലൊരു പരസ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ മൂപ്പര്, പലിശനെ പറ്റിയൊരു പരസ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ മൂപ്പര് പറയുന്നത് അത് പലിശ കുറക്കാനുള്ള പരസ്യല്ലേ? പലിശ നിങ്ങൾ നികുതി ഇത്ര ഡേറ്റിനുള്ളിൽ അടച്ചാൽ പലിശയിൽ ഇത്ര ശതമാനം ഇളവ് എന്നാണ്. പലിശന്റെ കാര്യത്തിൽ ഇളവ് കിട്ടാനല്ലേ സിറാജ് എഴുതിയത്? അത് ശരി, ചെറിയ പലിശ അനുവദനീയാണാ? എന്തൊക്കെയായി പറയണം? പിന്നെ പറയണം അത് കേരള സർക്കാരിന്റെ പരസ്യല്ലേ? അത് ശരി, കേരള സർക്കാരിന്റെ പരസ്യമായ അനുവദനീയാണാ? മാത്രമല്ല, നിങ്ങൾ സിറാജിൽ എന്താ പഠിപ്പിക്കുന്നത്? സിറാജിൽ ഒരു അറിവ് പഠിപ്പിക്കുന്ന ഒരു കോളുണ്ട്. അറിവ് പഠിപ്പിക്കുന്നിടത്ത് ബാങ്കിന്റെ ഒരു മസല നിങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ മസല എന്നറിയോ? വണ്ടിച്ചെക്ക് ഒരാൾ തന്നാൽ നമ്മളെ എങ്ങനെ അയാൾക്ക് കേസ് കൊടുക്കേണ്ടി വരും? ഒരാൾ നമുക്ക് ചെക്ക് ബാങ്കിൽ പോയി മടങ്ങ വണ്ടിച്ചെക്കാ എന്താ വേണ്ടത്? അതിന് പറയണേ എന്താ വേണ്ടതെന്നറിയോ? പഠിപ്പിച്ചു കൊടുക്കണം. തുകയും പലിശയും 15 ദിവസത്തിനകം തന്ന് ചെക്ക് തിരികെ കൈപ്പറ്റാത്ത പക്ഷം നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കാണിച്ച് നോട്ടീസ് നൽകുകയും ചെയ്യേണ്ടതാണ്. നോട്ടീസിലെ നിശ്ചിത കാലാവധിക്കുള്ളിൽ പണത്തിന്റെ ഇടപാട് തീർക്കാത്ത പക്ഷം കോടതിയിൽ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യേണ്ടതാണ്. കോടതിയിൽ കേസ് കൊടുക്കണം. നിങ്ങൾ എ പി അബ്ദുൽ ഖാദർ മൗലവി കോടതിയിൽ കേസ് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? പലിശ കിട്ടണം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്നു. നിങ്ങളെ കോളത്തിൽ സിറാജിലാ എഴുതിയത് വണ്ടിച്ചെക്ക് വന്നാല്
ശതമാനം പലിശയും കൂടി ചോദിക്കണം. തരുന്നില്ലെങ്കിൽ, പറഞ്ഞ ഡേറ്റിന് പണം തരില്ലെങ്കിൽ ക്രിമിനൽ കേസ് കൊടുക്കണം. നിങ്ങളാ ഞങ്ങളെ കുറിച്ച് പലിശന്റെ ആളുകൾ ഇത് പറയുന്നത്? നിങ്ങൾക്ക് എന്താ അത് പറയാൻ അവകാശമുള്ളത്? നിങ്ങൾക്ക് എന്താ അത് പറയാൻ അർഹതയുള്ളത്? കുളിച്ചിട്ടല്ലേ നിൽക്കുന്നത്? നിങ്ങൾ പലിശയിൽ മുങ്ങിക്കുളിച്ച് ആകെ കൂടി ബേജാറായിട്ടല്ലേ നിങ്ങൾ നിൽക്കുന്നത്? അപ്പോ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ തന്നെ നമ്മൾ മുമ്പതൊക്കെ വായിച്ചതാണ് സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ വായിപ്പിക്കണ്ട. എന്താണെന്നറിയോ? വിഘടിത വട്ടിപ്പലിശ. വിഘടിത വട്ടിപ്പലിശ എത്ര? കോടിക്കണക്കിന് രൂപയുടെ വട്ടിപ്പലിശയുടെ കണക്ക് പുസ്തകത്തിൽ കാണുന്ന പേരുകളും നമ്പറുകളും സൂചിപ്പിക്കുന്നത് കോട്ടക്കൽ പഞ്ചായത്തിലെ ഠാവട്ടത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ആ ചങ്ങലക്കണ്ണികൾ എന്നതാണ്. ഇന്ത്യനൂർ, കുരിയാട്ട്, ചാപ്പനങ്ങാടി, കോഴിക്കോട്